നമസ്കാരം. മേയർക്ക് തിരിച്ചടിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ചിരി. ആമിഴഞ്ചാൻ തോടിലെ വൃത്തിയാക്കലിനിടെ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ശേഷം പുറത്തുവന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചാ വിഷയം. മേയർ ആര്യ രാജേന്ദ്രന്റെ കരച്ചിൽ കണ്ട് ചിരിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ ചിരിയാണ് ഈ ചിത്രം ചർച്ചയാക്കുന്നത്. TV ചാനലുകൾ ഒപ്പിയെടുത്ത വീഡിയോയിൽ നിന്നുള്ളതാണ് ചിത്രം. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വികാരാധീനയായി മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ജോയിയെ കിട്ടാൻ വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മേയർ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നുവെന്നും കണ്ണീരോടെ കൂട്ടിച്ചേർത്തു. മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം MLA CK ഹരീന്ദ്രനോട് കാര്യങ്ങൾ വിശദീകരിക്കവെയാണ് മേയർ വിതുമ്പിയത്. അതിനുശേഷം ജോയിയുടെ വീട്ടിലെത്തിയപ്പോഴും കരഞ്ഞു. ഇതിനിടയിലാണ് ചിരിയെത്തിയത്. ചിരിക്കുന്ന ഫോട്ടോയിലെ ചിത്രത്തിന് പെരുങ്കിടവിള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ചിത്രവുമായി ഇതിന് സാമ്യമേറെയാണ്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണം തേടി മാരായമുട്ടം വാർഡ് അംഗം കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. CPM നേതാവാണ് അവർ. അതുകൊണ്ട് തന്നെ ആ ചിരിയിൽ ചർച്ച സജീവമാണ്. CPM നേതൃത്വം ആ ഫോട്ടോയിലാകെ അന്താളിപ്പിലാണ്. മേയർക്കെതിരെ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. കണ്ടക്ടറെ തടഞ്ഞതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ മേയറുടെ എതിരാളികൾ ആ ഫോട്ടോ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഒരാളുടെ ജീവൻ മാലിന്യത്തിൽ പൊലിഞ്ഞിട്ടും നഗരത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ഉൾപ്പെടെ നീരൊഴുക്കുകളിലും ഓടകളിലും മറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം നീക്കാൻ അടിയന്തര നടപടികളൊന്നും നഗരസഭ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന ഗുരുതര ആരോപണം നിലനിൽക്കുന്നുണ്ട്. പകരം ജോയിയുടെ മൃതദേഹം മോർച്ചറിയിൽ എത്തിച്ചപ്പോൾ കള്ളക്കണ്ണീർ പൊഴിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക മാത്രമാണ് മേയർ ചെയ്തതെന്ന് ജന്മഭൂമി ആരോപിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ആ ചിത്രത്തിലെ ചിരി CPM നേതാവിൻ്റെതാണെന്ന് വ്യക്തമാകുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിലെ ഗുരുതര വീഴ്ച മറയ്ക്കാൻ റെയിൽവേ പഴിചാരാനാണ് ശ്രമം. റെയിൽവേയാണ് മാലിന്യം നീക്കാത്തതിന് ഉത്തരവാദിയെന്ന് ആരോപിച്ച് വിദ്യാഭ്യാസ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരും മേയർ ആര്യ രാജേന്ദ്രനും രംഗത്ത് വന്നു. മോർച്ചറിയിൽ മേയറുടെ വക കണ്ണീർ നാടകമെന്നാണ് ജന്മഭൂമി പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ 9:15 മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കുടുംബക്കാരെത്തി തിരിച്ചറിയുകയായിരുന്നു. 48 മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾക്കൊടുവിലായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടു. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂറിയോട് തിരുവനന്തപുരത്തെത്തി ആമയിഴഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ. പ്രതിഫലമായി അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞു. മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തിയിരുന്നുവെന്ന് റെയിൽവേ കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചു. റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തും മാലിന്യം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ജോയിയുടെ മരണം നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ നീക്കണം. പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്നില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പുവരുത്തണം. വർഷങ്ങളായുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്ത നിറത്തിന് കാരണം. ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അമിക്കസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ബിച്ചു കുര്യൻ തോമസ്, P. ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. ബ്രഹ്മപുരം കേസ് പരിഗണിച്ച ബെഞ്ച് പിന്നീട് സംസ്ഥാനത്തെ പൊതുവായ മാലിന്യ പ്രശ്നങ്ങളും പരിശോധിച്ചിരുന്നു.